നോൺ കോഡിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഹൗ ടു റീസെൽ സിസ്റ്റം വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് റീസെല്ലിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യാം. നിങ്ങൾക്കൊരു ഏണിങ്സ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അപ്ലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ റീസെല്ലാണ്. നിങ്ങൾ ആദ്യം നമ്മുടെ പോർട്ടലിലേക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എടുക്കും. പിന്നെ API നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺ ഡൊമൈൻ എടുക്കുന്നതാണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ യൂസറിൽ നിന്നിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ യൂസർ കൂടി പോർട്ടലായിട്ട് ചെയ്യാം. പിന്നെ അതിൽ നമുക്ക് പറയുന്നത് പാനൽ ഉപയോഗിച്ചിട്ട് എങ്ങനെ റീസെൽ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നോർമൽ റീസെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറുന്നു, രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും. സിമ്പിൾ സ്റ്റെപ്സ്, നിങ്ങൾ നോർമലി ചെയ്യുന്ന സിമ്പിൾ സ്റ്റെപ്സ്. ഇതെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു, ഓൺ പാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. അതെങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ APIയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആക്കും. അതിൻ്റെ API ഉപയോഗിച്ചിട്ട് അവിടെ നമ്മൾ കണക്ട് ചെയ്യും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള സർവീസ് വെച്ചിട്ട് നമ്മുടെ ഒരു സെറ്റ് ഓഫ് മാർജിൻ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ട് സ്റ്റാർട്ട് സെല്ലിംഗ്, എന്നിട്ട് നിങ്ങളുടെ ഡൊമൈനെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യും. നമുക്ക് തന്നെയാണ് ഓർഡർ വരുന്നത്, നമ്മുടെ APIയിലോട്ടാണ് ഓർഡർ എത്തുന്നതെങ്കിലും നിങ്ങളെ ബ്രാൻഡ് വെച്ചിട്ടേക്കും പോകാം. അഫിലിയേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡ് വെച്ച് ചെയ്യുന്നതും, ഈ പറയുന്ന ഓൺ പാനൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രാൻഡ് വെച്ചിട്ട് നമ്മുടെ API യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതിന് കൃത്യമായിട്ടുള്ള ഡിസ്കൗണ്ട്സും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. പിന്നെന്താണ് കണ്ടന്റ് ആൻഡ് SEO സ്ട്രാറ്റജി. നിങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതാണെങ്കിൽ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും കണ്ടന്റ് സ്ട്രാറ്റജിയും എല്ലാ കാര്യങ്ങളും നമ്മളെ പെയ്ഡ് കോഴ്സിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്ട് ചെയ്യാം. കൃത്യമായിട്ടുള്ള സജഷൻസും കാര്യങ്ങളും അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. SEO എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഗൂഗിളിൽ ഒരാൾ നമ്മുടെ ഡൊമൈനോ നമ്മുടെ സർവീസോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഫസ്റ്റ് റാങ്കിങ്ങിലേക്ക് എത്തും. അത് സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൽ പറഞ്ഞുതരും. പിന്നെ ഗ്രോത്ത് സ്ട്രാറ്റജി, അതും നമ്മുടെ പെയ്ഡിലാണ് വരുന്നത്. ബേസിക് മാത്രമാണ് ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സ്റ്റാർട്ട് വിത്ത് കീവേഡ് സർവീസ് പേജസ് ഫോർ പ്ലാറ്റ്ഫോം ലെവൽ ഇൻറ്റൻറ്റ്, എക്സ്പാൻഡ് ഇൻ ടു ജിയോ പേജസ് ടു ക്യാപ്ചർ സിറ്റി ലെവൽ ഡിമാൻഡ്സ്, ബിൽഡ് സ്കെയിലബിൾ ട്രാഫിക് പൈപ്പ്ലൈൻസ് ആൻഡ് ക്രിയേറ്റ് എ സീംലെസ് കൺവേർഷൻ ഫ്ലോ. ഈ ട്രാഫിക് എൻഗേജ്മെൻറ്റ് സെയിൽസ് ഇതൊരു മാസ്റ്ററി കോഴ്സാണ്. ഗ്രോത്ത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം പാനൽ ഉണ്ടാക്കിയിട്ട് എങ്ങനെ നമുക്ക് വളരാനുള്ള ഒരു ഗ്രോത്ത് സ്ട്രാറ്റജീസാണ് അതിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അത് നമ്മൾ പെയ്ഡ് കോഴ്സിലാണ് കൂടുതലായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. എന്തൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കേരള SM1 എന്ന് പറയുന്ന പോർട്ടൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്യാൻ SM1 ബിസിനസ് വിത്ത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് ഏൺ വേ അഫ്ലൈറ്റ് മാർക്കറ്റിലൂടെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ബിൽഡ് ഏജൻസി ഓർ റീസെല്ലർ മോഡൽ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. സ്കെയിൽ യൂസിങ് ആഡ്സ് വിത്ത് ഓർഗാനിക് ട്രാഫിക്, എന്നുവെച്ചാൽ നിങ്ങൾക്ക് കമ്മീഷനും സ്കെയിലബിലിറ്റിയും ബിൽഡ് ബ്രാൻഡ് നിങ്ങൾക്ക് ഇതിലൂടെ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ അഫ്ലൈറ്റും റീസെല്ലും കൊണ്ട് നടക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പാനൽ ഉണ്ടാക്കണമെങ്കിൽ അതും സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടാണ് നടക്കുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നും ഇതെങ്ങനെ ഗ്രോത്ത് ചെയ്യാമെന്നും ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്നുള്ളൂ സെറ്റപ്പ് നമ്മൾ ചെയ്തു തരും. ഇതെങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ നിങ്ങളൊരു പെയ്ഡ് കോഴ്സ്, ഒരു 999 ഒരു പെയ്ഡ് കോഴ്സ് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിനാണ് നടക്കുന്നത്. അത് നിങ്ങൾ ആദ്യം ആലോചിക്കണം. ആര് നിങ്ങൾക്ക് തരും ഈ ഒരു സാധനം, ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഇങ്ങനൊരു രീതിയിൽ നിങ്ങൾക്ക് ഈ കേരളത്തിൽ ആര് തരും? അപ്പോൾ നിങ്ങളതിൻ്റെ പൊട്ടൻഷ്യൽ ആലോചിക്കുക. ബിസിനസ് ചെയ്യണമെന്ന് ജെനുവിനായിട്ട് ആഗ്രഹമുള്ളവർ മാത്രം ഇതിലേക്ക് ഇറങ്ങാം. അത്യാവശ്യം നല്ല രീതിയിലേക്കുള്ളൊരു ഏണിങ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് ടാർഗറ്റ് ഓഡിയൻസ് ആണ്. നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്യാം, ഫ്രീലാൻസേഴ്സിനെ ടാർഗറ്റ് ചെയ്യാം, ഡിജിറ്റൽ മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യാം, ഏജൻസികളെ ടാർഗറ്റ് ചെയ്യാം, ഇൻഫ്ലുവൻസേഴ്സിനെ ടാർഗറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ സാധിക്കും. ഇത്രയും ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഈ ടാർഗറ്റ് എങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്ത് സെയിൽസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് പെയ്ഡ് കോഴ്സിൽ നമ്മൾ പറയുന്നത്. പിന്നെ ഇതെന്ത് ചെയ്തു, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക്കായിട്ട് പറയാനുള്ളത്. നമ്മൾ ഓരോ എപ്പിസോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഇതിൽ നമ്മുടെ നമ്പറുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, എന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ ആണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം.